ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ, ഡോഗ് ട്രെയിനർ. കുറേ നാളുകളായി ഞാൻ വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു എന്ത് പറ്റി ഇപ്പം വീഡിയോസൊന്നും കാണാനില്ല എന്ന്. അപ്പോൾ അതിനുള്ള സമയം സാഹചര്യങ്ങളൊന്നും കിട്ടാതെ പോയി. അതുപോലെ തന്നെയാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ആളെയും നമുക്ക് കിട്ടുന്നതിലായിട്ട് ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പൊതുവേ വീഡിയോസ് ഇറക്കാതിരുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ബ്രോഡിയെ പറ്റിയാണ്. അപ്പോൾ ബ്രോഡിയെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ഒരു ഡോബർമാനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡോഗിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും നല്ല ഹൈപ്പറാണ്, നല്ല ആക്റ്റീവ് ഡോഗ്സാണ്. ഈ ഡോബർമാൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ നല്ല എപ്പോഴും കളിക്കുക എന്നുള്ളൊരു മൈൻഡാണ്. അതുപോലെ തന്നെയാണ് ഇവരുടെ മാംസം കുറവും, ഇവരുടെ ബോൺ സൈസൊക്കെ എല്ല് വന്ന് നമ്മളെ വന്ന് ഇടിക്കുമ്പോൾ തന്നെ ഭയങ്കര പെയിനാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ഈ ഡോഗിനെ പഠിപ്പിക്കുമ്പോൾ അവർ ഈ ഇളക്കവും ചാട്ടവും ഓട്ടവും വന്ന് ഇടിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഈ ഡോർമാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ബ്രോഡിയെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പഠിപ്പിക്കാനായിട്ട് കിട്ടുന്നത് തന്നെ നമ്മുടെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അവരെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അവൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേഹത്ത് ചാടി കയറുക, നമ്മളെ വീശി വലിച്ചുകൊണ്ട് കൊടുക്കുക. പ്രായമായവരാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം മെയിനായിട്ട് മാറ്റി കൊടുക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി നമ്മൾ പഠിപ്പിച്ച് അവനെ ലീഷൊന്നും ഇല്ലാതെ തന്നെ റോട്ടിൽ കൂടെ നടത്തിക്കുന്നതും ദേഹത്ത് ചാടി കയറുന്നതും എല്ലാം മാറ്റി കൂട്ടിൽ പറഞ്ഞാൽ കയറുക, കൂട് കയറുന്ന ചാടി ഇറങ്ങാതിരിക്കുക, ഫുഡ് കൺട്രോൾ നമ്മൾ പഠിപ്പിക്കുക, അങ്ങനത്തെ എല്ലാം ഒരു വീട്ടിലത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ആ കാര്യങ്ങൾ വീട്ടുകാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ ഓക്കെ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡോഗിനെ അവിടെ കൊടുത്തിട്ട് ഞാൻ ഇന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഡോഗിന് പൈസ വേണ്ട, ഉടുപ്പ് വേണ്ട, തേപ്പ് വേണ്ട, വണ്ടി വേണ്ട, ഒന്നും വേണ്ട. ഡോഗിന് വേണ്ടെന്ന് ഫുഡ്. അപ്പോൾ നമ്മൾ കമ്മ പറഞ്ഞ് ഇരുന്ന് നീ ചെയ്ത് കറക്റ്റാണ്, അതിൻ്റെ സാലറിയാണ് ഫുഡ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ചെയ്തത് ശരി എന്ന് പറയുന്നതിന് പകരം സിറ്റ് എന്ന് പറഞ്ഞ് ഇരുന്നു, കറക്റ്റാണ്. ഡൗൺ എന്ന് പറഞ്ഞ് കിടന്നു, കറക്റ്റാണ്. സ്റ്റേ എന്ന് പറഞ്ഞ് ഇരുന്നു, കറക്റ്റാണ്. അപ്പോൾ എന്ത് കാര്യം ചെയ്താലും നീ ചെയ്തത് ശരി എന്ന് പറയുന്നതിന് പകരമാണ് തരുന്നത്. ഓക്കെ, വെയിറ്റ്. വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആളെങ്ങനെ മേത്തിട്ട് ചാടിക്കയറുന്നൊന്നുമില്ല, കൂടെ നിൽക്കുന്നുണ്ട്, എന്ത് പറഞ്ഞാലും കേൾക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് അത് തന്നെയായിരുന്നു വേണ്ടത്. അതായത് വേറൊരാൾ പുറത്തുനിന്ന് വരുമ്പോൾ മേത്തിട്ട് ചാടിക്കയറരുത്, നമ്മുടെ പറഞ്ഞാൽ കേൾക്കണം, നമ്മുടെ കമാൻഡിൽ നിൽക്കണം. അപ്പോൾ വന്നപ്പോൾ വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ നല്ലോണം ബെറ്റർ ആയിട്ടുണ്ട്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലീഷ് പുള്ളിങ്ങും അതുപോലെ തന്നെയാണ് ദേഹത്ത് ചാടി കയറുക. ഇവനെന്ന് പറഞ്ഞാൽ ഈ ഡോർമാൻ്റെ പൊതുവെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെയിന് ഫീൽ ചെയ്യില്ല. എത്ര വേണം ഇത് ഇടി കൊണ്ട് കഴിഞ്ഞാലും ആ ഒരു പെയിനൊന്നും ഫീൽ ചെയ്യില്ല. ഭയങ്കര ഓട്ടവും ചാട്ടവും ഉള്ള ആളായിരുന്നു. പക്ഷേ ഇപ്പോഴ് പഠിപ്പിച്ചെല്ലാം ഓക്കെ ആയി വന്നപ്പോൾ ആൾ നല്ല മിടുക്കനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്ത് എനിക്ക് ഓക്കെ പറയുന്നതിനേക്കാളും എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാർ ഓക്കെ പറയുന്നതിലാണ് നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പക്ഷെ അതിലിപ്പോൾ അവർ ഏകദേശം ഒരു ഹാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരിത് ഫോളോ അപ്പ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ഇതിൻ്റെ ഫർദറായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്.
അപ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യണം. താങ്ക് യു. നിങ്ങൾക്ക് ഡോഗ്സിനെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പരും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ അവിടെ 2 മാസത്തേക്ക് ഒരു ഡോഗ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഡോഗ് പഠിച്ച് പോയതിന് ശേഷം ആരാണോ ഇതിനെ നോക്കുന്നത് അവർക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചതെന്ന് അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നുള്ളതിൻ്റെ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും വീട്ടുകാർക്ക് സ്വന്തമായിട്ട് പഠിപ്പിക്കാം. അതെങ്ങനെ പഠിപ്പിക്കാം, നമ്മൾ പഠിപ്പിക്കുന്ന സിസ്റ്റം എന്താണെന്നുള്ളത് വീട്ടുകാർക്ക് അതിൻ്റെ ഒരു ക്ലാസ് കൊടുക്കുന്നു. ഓക്കെ ആകുമ്പം ഡോഗിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ് രീതി. ഇപ്പം മിനിമം 2 മാസത്തെ ക്ലാസ്സാണ്. പക്ഷേ ഇതിൽ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 2 മാസം നിങ്ങളുടെ ഡോഗ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഈ 2 മാസം കഴിഞ്ഞിട്ടും ഡോഗ് പഠിച്ചില്ല എങ്കിൽ, ഇവിടെ തന്നെയാണ് ഡോഗ് നിൽക്കുന്നത് എങ്കിൽ പിന്നെ 1 രൂപ പോലും ഇവിടെ ഇല്ല. ഫുള്ള് ഫ്രീ ആണ് എത്ര നാൾ നിന്ന് കഴിഞ്ഞാലും. അതാണ് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കിപ്പം ഈ 2 മാസത്തേക്ക് മാത്രം ഇത്ര രൂപ, അത് കഴിഞ്ഞിട്ട് ഇനിയും നിൽക്കണമെങ്കിൽ ഇത്ര രൂപ, അങ്ങനത്തെ സംഭവമില്ല. 2 മാസം കൊണ്ട് നമ്മൾ പഠിപ്പിച്ച് തരാമെന്ന് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ പഠിപ്പിച്ച് തന്നില്ല, അല്ലെങ്കിൽ ഡോഗ് അത് ട്രെയിൻഡ് ആയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എത്ര നാൾ നിന്ന് കഴിഞ്ഞാലും ഇവിടെ പൈസയെല്ലാം ഫുള്ള് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഡോഗിനെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ എന്നെ വിളിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് തുടർന്നും വീഡിയോസുകൾ ഇടുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഡോഗ്സിനെയും ഇതുപോലെ പഠിപ്പിച്ച് ഇതുപോലെ ഞങ്ങൾ ഇനി മുതൽ വീഡിയോസ് ഇടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.